അടിപൊളി എക്സോട്ടിക് മിസ്റ്റിക് വാട്ടർഫാൾ ആണ് മീൻമുട്ടി എന്ന് പറയുന്നത്. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു എക്സോട്ടിക് ഒരു മിസ്റ്റിക് വെള്ളച്ചാട്ടത്തിനടുത്താണ്. ഒരു വൺ ഡേ ഹോട്ട്സ്പോട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന മനോഹരമായ വെള്ളച്ചാട്ടം മീൻമുട്ടി വെള്ളച്ചാട്ടം. മീൻമുട്ടി വെള്ളച്ചാട്ടം എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് അങ്ങ് വയനാട്ടിലാണ്. ഇത് വയനാട്ടിലല്ല, നമ്മുടെ സ്വന്തം കൊല്ലം ജില്ലയിലെ കുമ്മിൾ പഞ്ചായത്ത് എന്ന് പറയും. ആ കുമ്മിൾ പഞ്ചായത്തിലെ മനോഹരമായ വെള്ളച്ചാട്ടമാണ്. ഒരു അയ്യപ്പ ക്ഷേത്രത്തോടു കൂടി ചേർന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഇവിടെ ഉള്ളത്. മഴക്കാലത്താണ് ഇതിനകത്ത് കൂടുതലും നീരുറവ ഉണ്ടാകുന്നത്. വെള്ളച്ചാട്ടത്തിന്റെ കുത്തൊഴുക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ ഇതിന് ചുറ്റും റബ്ബർ കാടുകളാണ്. നമുക്ക് കുട്ടികൾക്കായിട്ടും ഫാമിലി ആയിട്ടും അതുപോലെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ടും ഒരു സ്ട്രെസ് റിലീഫിനായിട്ട് ഒരു എൻജോയ് നമ്മൾ ഒരുപാട് പൈസയൊക്കെ മുടക്കി ഒരുപാട് ദൂരെയൊന്നും പോകണ്ട. നമുക്കറിയാം തിരുവനന്തപുരത്ത് പൊന്മുടിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും അങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്കൊന്ന് റിലാക്സ് ചെയ്യണമെന്നുണ്ട്, ഒരു മിസ്റ്റിക് ആയിട്ടുള്ള ബ്യൂട്ടി എൻജോയ് ചെയ്യണം, കുട്ടികളും കൂട്ടുകാരും ഒക്കെ ആയിട്ടൊന്ന് വൈബ് ആക്കണമെന്നുണ്ടെങ്കിൽ പോരുക. ഇവിടെ ഉണ്ട് മീൻമുട്ടി വെള്ളച്ചാട്ടം. ഈ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചുറ്റിനും ഒരു നിബിഡ വനത്തിന്റെ ഫീൽ നമുക്ക് തരും. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന നട്ടുച്ച സമയത്താണ്, ഇപ്പൊ ഒരു 12:30 സമയത്താണ് നിൽക്കുന്നത്. പക്ഷേ വെയിൽ ഇതിന്റെ താഴേക്ക് വരുന്നത് വളരെ കുറവാണ്. ഒരു മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു ബ്യൂട്ടി, ഒരു വയനാട്ടിലോ അല്ലെങ്കിൽ ഒരു കാടിന്റെ നടുക്ക് ഒരു വെള്ളച്ചാട്ടം നിൽക്കുന്ന പ്രതീതിയാണ് നമുക്കൊരു ടൗണിൽ നിന്ന് വരുന്നതാണെന്ന് തോന്നുന്നില്ല. ഇത് ശരിക്കും തിരുവനന്തപുരം കൊല്ലം ജില്ല എന്ന് പറഞ്ഞാലും തിരുവനന്തപുരം കൊല്ലം അതിർത്തി പ്രദേശമാണ് കുമ്മിൾ പഞ്ചായത്ത് എന്ന് പറയുന്നത്. അതിന്റെ രണ്ട് കൂട്ടർക്കും, അതായത് തിരുവനന്തപുരം ജില്ലക്കാർക്കും കൊല്ലം ജില്ലക്കാർക്കും ഒരുപോലെ അപ്രോച്ച് ചെയ്യാവുന്ന വരാവുന്ന ഒരു സ്ഥലമാണ്. ഒരു ബെസ്റ്റ് വൺ ഡേ ട്രിപ്പിന് പറ്റുന്ന ഒരു ഹോട്ട്സ്പോട്ടാണ്, ഒരു സംശയവുമില്ല. നമ്മുടെ സ്ട്രെസ് റിലീഫാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിന്റെ കളകള സൗണ്ടും ആ വെള്ളച്ചാട്ടം പാൽനുര പോലെ പതഞ്ഞൊഴുകുന്ന ഒരു കാഴ്ചയൊക്കെ മനോഹരമാണ്, അടിപൊളിയാണ്, സൂപ്പറാണ്, വൈബാണ്. ചുറ്റിനും നമുക്കൊന്ന് കാണാം, ചുറ്റിനും റബ്ബർ മരങ്ങളാണ്, റബ്ബർ മര കാടുകളാണ്. ഒരുപാട് കപ്പിൾസ് ഒക്കെ അറിഞ്ഞും കേട്ടൊക്കെ ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട്. പക്ഷെ ഇവിടെ അധികം അങ്ങനെ എന്താ പറയുക, ഒരുപാട് കുത്തൊഴുക്കായിട്ടില്ല. ജനങ്ങളുടെ ഒരു തിരക്ക് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കത്തില്ല. ഇവിടെ ഒരു അമ്പലമുണ്ട് അടുത്ത്. ഇതിന്റെ ഏറ്റവും വലിയൊരു ചരിത്രം എന്ന് പറയുന്നത് പണ്ട് ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ ഇരുന്ന് കഴിച്ചു എന്നുള്ള ഒരു ഇതാണ്. ഊട്ടി, അതായത് ഇരുന്നൂട്ടെന്ന് പറഞ്ഞ സ്ഥലമാണ് പിന്നീട് മീൻമുട്ടിയായി മാറിയെന്നാണ് ഐതിഹ്യം. എന്തായാലും അതിന് ചരിത്ര പ്രധാനമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പാദം പതിഞ്ഞൊരു സ്ഥലമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഒരു ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ട പ്ലേസ് കൂടിയാണ്, ഇതൊരു വാട്ടർഫോൾ ആണ്. സോ എല്ലാവരും എൻജോയ് ചെയ്യാനായിട്ട് തിരുവനന്തപുരം ജില്ലക്കാർ, ഏത് ജില്ലക്കാർക്ക് വരാമെങ്കിലും തിരുവനന്തപുരം കൊല്ലം ജില്ലയിൽപ്പെട്ട ആൾക്കാർക്കൊക്കെ ഏറ്റവും അടുത്ത് സമീപിക്കാവുന്ന ഒരു അടിപൊളി എക്സോട്ടിക് മിസ്റ്റിക് വാട്ടർഫാൾ ആണ് മീൻമുട്ടി എന്ന് പറയുന്നത്. നമ്മൾ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിന്റെ പരിസരത്ത് വന്നപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ അവിടുത്തെ വൃത്തിയാണ്. അതായത് ഇങ്ങനെയുള്ള ഉൾപ്രദേശങ്ങളിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഐസ്ക്രീമിന്റെ കപ്പുകളോ പ്ലാസ്റ്റിക് കൂടുകളോ ഒക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ അതൊന്നും കാണുന്നില്ല. ഒരു വേസ്റ്റ് ബാസ്ക്കറ്റും കാര്യങ്ങളും ഒക്കെ നീറ്റാക്കി, അത് നിറഞ്ഞു കവിഞ്ഞിട്ടില്ല. അതൊക്കെ ഒരു പ്രത്യേകത. അപ്പം നമ്മൾ ഇതിന്റെ പിന്നിലെ ആ ഒരു കൈ അന്വേഷിച്ചപ്പോൾ അതൊരു യുവതലമുറയിലെ ഒരു പയ്യനാണ്. എന്താ പേരെങ്ങനെയാ? മനീഷ്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മനീഷിന് ഇവിടെ ആരും ഇതിനു വേണ്ടി അപ്പോയിന്റ് ചെയ്തിട്ടില്ല. അവൻ ഒരു പൈസ ഇതിനു വേണ്ടി വാങ്ങിക്കുന്നില്ല. തികച്ച സൗജന്യമായിട്ടാണ്. ഒരുപക്ഷെ പ്രകൃതിയെ ഹാനികരമാക്കുന്ന ഒന്നും പാടില്ല എന്നുള്ള പ്രകൃതി സ്നേഹം ആവാം ഒരു പക്ഷേ അവനിത് ചെയ്യും. നമുക്ക് അവനോട് തന്നെ ചോദിക്കാം, എന്താണ് മനീഷ് ഇത് ഇങ്ങനെ സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കാൻ കാര്യം? പൈസ എല്ലാം തരും, പിന്നെ അല്ലാതെ പൈസ ഒന്നും മേടിക്കില്ല. എന്താണ് മോൻ ഇത് ഇങ്ങനെ സൗജന്യമായിട്ട്? ഇന്നത്തെ കാലത്ത് എല്ലാം പൈസ മേടിക്കുന്ന യുവതലമുറ എന്നാണ് നിങ്ങൾക്ക് ഒരു പേരുദോഷമുള്ളത്. ജെന്നിസെഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പൈസ ആർത്തി കുട്ടിപ്പിടിച്ച കുട്ടികളാണെന്നാണ് പറയാറ്. എല്ലാവരും അല്ല, കുറേയെങ്കിലും. എന്താണ് മോൻ ഇത് ഇങ്ങനെ ആരും പറയാതെ തന്നെ ഒരു സേവനമായിട്ട് ഏറ്റെടുക്കാൻ കാര്യം? ഇല്ല, അത് എൻ്റെ ഒരു പാവമുണ്ട്, എന്നെ കണ്ണൊരു പാവം എന്തെങ്കിലും തോന്നുന്നത്. അപ്പൊ അങ്ങനെ പൈസ മേടിക്കാതെ ഞാൻ ഇത് നോക്കണം. അപ്പൊ വേറെ ഇപ്പൊ ഇതിൽ നിന്ന് വരുമാനം ഒന്നും പ്രത്യേകിച്ച് കിട്ടുന്നില്ലല്ലോ. അപ്പൊ ഇവിടെ നിന്ന് ആൾക്കാരാണോ പൈസ എന്തെങ്കിലും തരുന്നത്? വിസിറ്റേഴ്സ്, കാറുകാർ തരുന്നത് അല്ലേ? പക്ഷെ ഇവിടെ ഈ ഇത്രയും പൈസ കൊടുത്തിട്ട് പോലും ആൾക്കാർ ഇന്ന് നമുക്ക് കൃത്യമായിട്ടോ അല്ലെങ്കിൽ അടിപൊളിയായിട്ടോ ഒന്നും ചെയ്തു തരുന്നത്. പ്രത്യേകിച്ച് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഒരു സംയമനം വേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അത് ഈ കുട്ടി വളരെ മനോഹരമായിട്ട് ഇവിടെ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അവൻ ശരിക്കും അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആരും പറയാതെ പ്രകൃതിയോട് ഇഷ്ടം കൊണ്ടാണ് മനീഷ് അല്ലേ? മനീഷ് ഇത് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ഇത് ലോകം അറിയേണ്ട ഒരു കാര്യം തന്നെയാണെന്നാണ് വിസ്മയ ന്യൂസിന് തോന്നിയത്. അപ്പോൾ ഇത് തുടരും.
ആ തുടങ്ങും. തുടരും. ഇത് മുഴുവൻ വൃത്തിയാക്കിയിട്ട് ഇവിടെ നിന്ന് പോകത്തുള്ളോ? എപ്പോഴും രാവിലെ എപ്പോ വരും? രാവിലെ 7:30 7:30 വരും. അപ്പൊ ഫുൾ ടൈം ഇവിടെ ഉണ്ടാവുമോ? 6:30 കാണും. വൈകുന്നേരം 6:30 വരെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും അല്ലേ? അപ്പൊ ഭക്ഷണമൊക്കെ എങ്ങനെയാണ്? ഭക്ഷണം പിന്നെ കടയിൽ പോവും. സ്വന്തം ചെലവ് തന്നെ? സ്വന്തം ചെലവ് തന്നെ. അപ്പോൾ കണ്ടു, ലോകം കണ്ടുപഠിക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കുട്ടികൾ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എല്ലാത്തിനും ജെന്നിസേട്ടനെ വിമർശിക്കാറുണ്ട്, പക്ഷേ ഇങ്ങനെയുള്ള ചില മുത്തുകൾ നമുക്ക് കിട്ടാറുണ്ടെന്നാണ് അതിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. എന്തായാലും പ്രകൃതിക്കൊരു മുതൽക്കൂട്ട് തന്നെയാണ് മനീഷ്. ഇതിന്റെ അധികൃതരെ മനസ്സിലാക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നിങ്ങളേവരെയും നുരഞ്ഞു പതഞ്ഞൊഴുകുന്ന മനോഹരിയായ ഈ വെള്ളച്ചാട്ടം കാണാൻ, മീൻമുട്ടി വെള്ളച്ചാട്ടം കാണാൻ, ചരിത്ര പ്രസിദ്ധമായ വെള്ളച്ചാട്ടം കാണാൻ, ശ്രീനാരായണന്റെ പാദം പതിഞ്ഞ ഈ പ്രദേശത്തെ വെള്ളച്ചാട്ടം കാണാൻ വിസ്മയ ന്യൂസ് ക്ഷണിക്കുന്നു.